ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണേ. എനിക്കും കുഴപ്പമൊന്നുമില്ല, സുഖം തന്നെയാണ്. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, നല്ല പനിയായിരുന്നു. പനി മാറിയിട്ടും ജലദോഷം കൊണ്ട് മാറിപ്പോകണില്ല. പിന്നെ സൗണ്ടും റെഡിയല്ല, അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് വോയിസ് കൊടുക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ വയനാട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഒന്നിനും ഒരു മൂഡില്ല. കുറേ ദിവസം തന്നെ ഇങ്ങനെ മൂഡ് ഓഫായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയാണ്. ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ മഴ ഇങ്ങനെ തകർത്ത് പെയ്യാണ്. നല്ല അടഞ്ഞ കെട്ടിയുള്ള മഴയാണ്. ഒന്നിനും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ. എന്നാലും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് മുറ്റുള്ളൂ വർക്ക് ഏരിയയുടെ ആ ഭാഗത്തൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അന്ന് ജോലിക്കൊന്നും പോയിണ്ടായിരുന്നില്ല, വീട്ടിലിരുന്ന ദിവസമാണ്. ഞാനും ചെറിയ മോളും മാത്രമേ അന്ന് വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ തന്നെ പിടിച്ച മഴയായിരുന്നു. അപ്പോൾ മഴയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ട് മതി പണികളൊക്കെ ചെയ്തതെന്ന് വിചാരിച്ച്. വീട്ടിലിരിക്കുന്ന ദിവസമല്ലേ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ അലക്കാനുള്ളതൊക്കെ ഇടുന്നിട്ട് പിന്നെ അടുക്കള പണിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അലക്കാനിടുകയാണ്. അപ്പോൾ ചായക്ക് കഴിക്കാൻ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. സിമ്പിളായിട്ടാണ്, എളുപ്പപ്പണിയാണ് ചെയ്തത്. കറിയൊന്നും ഉണ്ടായിരുന്നില്ല, പഴം. അപ്പോൾ പിന്നെ എളുപ്പമായല്ലോ. പിന്നെ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്. പാത്രങ്ങൾ കഴുകണ കാര്യം പറഞ്ഞാൽ ഈ പാത്രങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ല. ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ്. പക്ഷേ ലാസ്റ്റുള്ള പാത്രം കഴുകൽ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. എന്തുണ്ടാക്കിയാലും അത് ചെറിയൊരു കാര്യമാണെങ്കിലും കുറേ പാത്രങ്ങൾ ഉണ്ടാവും കഴുകാൻ. അങ്ങനെ ചായ കൂടിയും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ചോറിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങി. അപ്പോൾ ഒരു കഷ്ണം കുമ്പളങ്ങ ഇരുന്നിരുന്നു. അപ്പോൾ കുമ്പളങ്ങ മോരിട്ടിട്ട് മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മത്തങ്ങ മാത്രം ചേർത്ത് മോര് കറി വെച്ചാലും രസമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ കുമ്പളങ്ങ മാത്രം ചേർത്തിട്ടാണ് മോര് കറി വെക്കുന്നത്. പിന്നെ നല്ല കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഫ്രൈ ചെയ്ത്. അപ്പോൾ മോൾക്കൊരാഗ്രഹം അത് പൊരിച്ച ചട്ടിയിൽ ചോറിട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എണ്ണ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം മാത്രം എടുത്തിട്ട് അതിൽ ചോറിട്ടിട്ട് ഇളക്കണം കേട്ടോ, കുറച്ച് ചെമ്മീൻ ഫ്രൈയും കൂടി ചേർത്തിട്ട്. അപ്പോൾ അവൾക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞ് ഞാൻ മോര് കറിയും ചെമ്മീൻ ഫ്രൈയും വെളുത്തുള്ളി അച്ചാറും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാനും ചെറിയ ആളും മാത്രമുള്ള വീട്ടിൽ. മൂത്ത മോളും ഉമ്മയും ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയിക്കാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ് കേട്ടോ. ഉച്ചക്കലത്തെ ഫുഡടി കഴിഞ്ഞിട്ട് ഞാൻ പതുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് അതിൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ രാവിലെ പെയ്ത മഴയല്ലേ, അപ്പോൾ എന്തൊക്കെ ആയി, എന്താണ് അവസ്ഥ, വെള്ളം കയറി വരുന്നുണ്ടാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വഴിയുടെ ഇത്രയും ഭാഗം ആയിട്ടുണ്ട്, വീട്ടിലേക്ക് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. വീടിൻ്റെ തൊട്ടടുത്ത് കൂടി ഒരു തോട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കനാൽ പോലെ. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് നിറഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. വീടിൻ്റെ അടുത്ത് തന്നെ ഒരു നഴ്സറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് സ്ലാബ് ഇട്ടിട്ട് അതിന് കുറച്ച് ഭാഗം അങ്ങനെയാണ് നിൽക്കുന്നത് ഈ തോടിൻ്റെ മേലായിട്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ല വെള്ളമുണ്ട്, നിറഞ്ഞ് പോവാണ്. വല്ലാണ്ട് ആ ഭാഗത്തേക്ക് നടന്നു പോകാനും പേടിയാണ്. കാരണം മണ്ണ് കുതിർന്ന് നിൽക്കല്ലേ, ഇടിഞ്ഞ് പോകുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പം ഞാൻ കുറച്ച് പിന്നിൽക്കായിട്ട് ഇങ്ങനെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതിങ്ങനെ പോയിട്ട് കുറേ ദൂരമുണ്ട് ഈ തോട്. പോയിട്ട് ഇങ്ങനെ ഒരു പാടത്തേക്കാണ് ഈ വെള്ളം ഒക്കെ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ നിർത്താതെ മഴ പെയ്താലുള്ള ഇവിടുത്തെ അവസ്ഥയാണ് ഇത് കേട്ടോ. തോട് വീടിൻ്റെ അടുത്തായ കാരണം നല്ല പേടിയാണ്. കാരണം ജന്തുക്കൾ വീടിൻ്റെ അകത്തേക്ക് കയറി വരുമോ എന്നുള്ള പേടി നല്ലോണം ഉണ്ട്. നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ഇങ്ങനെ പെരുമാറുള്ളൂ. മക്കളോടും പറയും നല്ലോണം ശ്രദ്ധിക്കാൻ. പിന്നെ തോടിന് ഭയങ്കര കുത്തൊഴുക്കാണ്. അബദ്ധത്തിലെങ്ങാനും കാല് തെറ്റി ഇതിൽ വീണിട്ടുണ്ടെങ്കിൽ ഒരു പിടുത്തം കിട്ടില്ല, അത്രക്ക് ശക്തിയിലാണ് പോണത്. കാണുമ്പോൾ തന്നെ പേടിയാവുക. പിന്നെ വല്ലാതെ വീഡിയോ എടുക്കാൻ നിന്നില്ല, വേഗം ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറിപ്പോന്ന്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മോൾക്ക് ഷവർമ്മ കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ ചായക്ക്
ഷവർമ്മ വാങ്ങി മോൾക്ക്, ഞാൻ പൊറാട്ട ഒരു അൽഫാം ചിക്കനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.